മോഹൻലാലിനെ പല ആൾക്കാരും ഒക്കെ ട്രോള് കാണുമായിരുന്നു. മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, മോഹൻലാൽ പ്രധാനമന്ത്രിയായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ സവർണനാണ്. കഴിഞ്ഞ ദിവസം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ടീസർ കണ്ടിട്ടുള്ള അഭിപ്രായം പറയത്തിലൊക്കെ നമ്മൾ നിർത്തിയാണ്. മലയക്കോട്ട് വാലിബൻ്റെ ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ പോയി എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. എനിക്ക് മോഹൻലാലിൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കൃത്യമായിട്ട് പറയാം, എനിക്ക് മോഹൻലാലിൻ്റെ ഫിലിം തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കംപ്ലീറ്റ് ഫിലിമും കൂടെ ആണെന്നുണ്ടെങ്കിൽ A to Z എല്ലാം ഇങ്ങ് ചേർന്ന് വന്ന് മോഹൻലാലിൻ്റെ അഭിനയം കൂടെ അതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് രസമെന്ന് പറയും മോഹൻലാലിൻ്റെ പടം പോയി കാണാൻ. എനിക്ക് ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? മോഹൻലാൽ ഫാനാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, മമ്മൂട്ടി ഫാനാണെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ നമ്മളെ ചൈൽഡ്ഹുഡിനെ അടിപൊളിയാക്കിയ ആൾക്കാരാണ്. ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ പഴയ പടങ്ങളാണ്. അത്രത്തോളം രസകരമായിട്ടുള്ള പടങ്ങളൊക്കെ ഇവർ ഓൾറെഡി ചെയ്തു വെച്ച് കഴിഞ്ഞു. മോഹൻലാലിന് കഴിവില്ലെന്നൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പിള്ളേരൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നതാണ്. നിർത്തി പഴയ പടങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റിപ്പീറ്റ് പോലെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാവും ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിടിലും പടങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഇപ്പോൾ ജയറാം ആണെങ്കിൽ പോലും ജയറാമിൻ രാജസേനൻ്റെ ഒക്കെ പടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, ഇപ്പോൾ കണ്ടാൽ നമ്മൾ ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പടം സക്സസ് ആണ്. ദിലീപിനെ എല്ലാവരും കളിയാക്കുന്നതാണ്. ദിലീപ് എന്ന് പറയുന്ന നേരത്ത് ഒരു കാലത്ത് ദിലീപൊക്കെ ഉണ്ടാക്കിയ ഓളം നിങ്ങൾക്ക് അറിയാത്തുണ്ട്. കല്യാണരാമനോ അതുപോലെയുള്ള പടങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് എടുത്തു നോക്കുക, ഇപ്പോഴും നമ്മൾ ചിരിക്കും. ഇതൊക്കെ മീശവാദനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് നോക്ക്, തിയേറ്ററിൽ ആൾ കയറുന്ന കാണാം, പുരുഷനെയും അരകരൊക്കെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ പിള്ളേച്ചരെയൊക്കെ കാണാൻ വേണ്ടി. ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ. പക്ഷേ ഇപ്പം ഇവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ശോകമായി നിലനിൽക്കുന്നൊരവസ്ഥയുണ്ട്. ദിലീപിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ശോകമാണ്. ദിലീപിന് നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല. പഴയ കോമഡി പുതിയ വീഞ്ഞിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ഇത് എറിക്കുന്നില്ല. പലരും പറഞ്ഞ ദിലീപ് ഈ കേസിനകത്തൊക്കെ പെട്ടതുകൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ദിലീപ് കോടതിയിൽ കേസും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജയിലിലൊക്കെ കിടക്കുമ്പോഴും രാമലീല എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നത്, അന്ന് ഈ പടം നമ്മളെല്ലാവരും കണ്ടവരാണ്. ആ പടത്തിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു. നടൻ ജയിലിൽ കിടക്കുമ്പോൾ പുറത്ത് പടം ഹിറ്റാവുന്നത് നമ്മൾ കണ്ടാണ്. ഇതേ മലയാളികളല്ലേ ആ പടം പോയി കണ്ടത്. അപ്പം ഒരു നടൻ്റെ നിലവിലെ അവസ്ഥയും സിനിമയും തമ്മിലൊരു കണക്ഷനൊന്നുമില്ല. ഇതിനകത്ത് നല്ല ഒരു 80s തൊട്ട് എല്ലാം കൂടെ കണക്റ്റ് ആയിട്ടൊരു നല്ല പടം ഇറങ്ങി നോക്കട്ടെ. ദിലീപ് വീണ്ടും ജനപ്രിയ നായകനാവും. ദിലീപിൻ്റെ ഒക്കെ പടം കാണാൻ ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. വീട്ടുകാർ ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ ആൾക്കാർ, കുട്ടികളായിട്ടൊക്കെ പോയി കാണാനിരിക്കുന്ന ആൾക്കാർ ദിലീപിൻ്റെ പടം ഒന്ന് ബുക്ക് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ജയറാമിൻ്റെ സിനിമ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തായിട്ട് ജയറാമിനെയൊക്കെ ആൾക്കാർ കളിയാക്കുന്ന കാണാം. ജയറാം ഇപ്പം ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ പോയിട്ട് സെക്കൻഡ് റോളല്ല തേർഡ് റോളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി അവിടെ പോയി കോമാളിത്തരം കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു മനുഷ്യനൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് കോമാളിത്തരം കാണിക്കും. ഈ ശങ്കറിൻ്റെ പടത്തിനകത്തൊക്കെ ചില സീൻസൊക്കെ എന്ത് കോമാളിത്തരമാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. എന്തിനാണോ? കാശിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പുള്ളി ഏതെങ്കിലും 2-3 ഉദ്ഘാടനത്തിന് പോയി കിട്ടത്തില്ല ഇതിന് നല്ല കാശൊക്കെ. അതുപോലെ നമ്മളെ കുട്ടിക്കാലത്തിൽ അടിപൊളിയാക്കിയ പലർക്കും ഇന്ന് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണ്. മമ്മൂട്ടി ഒഴിവേ. മമ്മൂട്ടിക്കൊക്കെ ഇപ്പോൾ നല്ല പടങ്ങളുണ്ട്. പുള്ളി നല്ല നല്ല പടങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ഒരു പോസിറ്റീവ് ഒരു പടം വന്നു കഴിഞ്ഞാൽ, നമ്മൾ എത്ര മമ്മൂട്ടി പടം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു മോഹൻലാലിൻ്റെ പടം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കയറും എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയാൻ നേരത്ത് മോഹൻലാലാണ് പലപ്പോഴും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സുരേഷ് ഗോപിയുണ്ട്, നമുക്ക് ജയറാമുണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടിയുണ്ട്, അല്ലെങ്കിൽ ജനപ്രിയ നായകൻ എന്ന രീതിയിൽ നമ്മുടെ ദിലീപൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു പടത്തിന് ഓരോ ടൈപ്പാണ്. മോഹൻലാൽ എല്ലാ തരത്തിലുള്ള പടവും ഓടും. എല്ലാ തരത്തിലുള്ള പടവും. കോമഡി വേണോ മോഹൻലാൽ എടുക്കും, സീരിയസ് വേണോ, ആക്ഷൻ വേണോ മോഹൻലാൽ എടുക്കും. ഇത് നമ്മളൊരു ക്ലാസിക് ഡാൻസ് ഉള്ളൊരു പടം, ഒരു അധ്യാപകൻ്റെ പടം വേണോ, മോഹൻലാൽ ക്ലാസിക് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ അതുപോലെ ഡാൻസ് കളിക്കും. അതുപോലെ ചിത്രം സിനിമയിൽ പാട്ട് പാടുന്ന രംഗങ്ങളുണ്ട്, അറിയോ? ചിത്രത്തിൽ നെടുമുടിമണിയും മോഹൻലാലും കൂടെ, അതുപോലെ വേറൊരു നായകന് കേരളത്തിൽ പറ്റുമോ അതുപോലെ അഭിനയിക്കാൻ? MG ശ്രീകുമാർ പാടിയ പോലെ സ്വരങ്ങളൊക്കെ വെച്ചിട്ട് ഇല്ല, പറ്റത്തില്ല. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നടനാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ പടത്തിനൊക്കെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പം മോഹൻലാലിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ പല പടങ്ങളും മഹാമോശമായിരുന്നു. ബറോസിനെ ട്രോളുന്ന ആൾക്കാരുണ്ട്, അതിന് മുമ്പ് ഇറങ്ങിയ പടങ്ങളെയൊക്കെ ട്രോളുന്ന ആൾക്കാരുണ്ട്. മോഹൻലാലിൻ്റെ സെലക്ഷൻസൊക്കെ വളരെ മോശമാണെന്ന രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നേരെന്ന് പറഞ്ഞൊരു പടം ഇതിൻ്റെ ഇടയിൽ വന്നതാണ്. ഒരു കുഞ്ഞു പടമായിരുന്നു അത്, ഒരു കോർട്ട് റൂം ഡ്രാമയായിരുന്നു ആ പടം. ആ പടം കയറി സക്സസ് ആയി നിങ്ങൾ കണ്ടതല്ലേ. അപ്പം ഫാമിലി ഫുള്ള് ഇറങ്ങി വന്ന് നേരെന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അത് ചെറിയ സിനിമയായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. നല്ലൊരു പടം മോഹൻലാലിൻ്റെ വന്നു കഴിഞ്ഞാൽ ആ പടത്തിനുണ്ടാകുന്ന റേഞ്ച് വളരെ വലുതാണ്. മോഹൻലാലിനെ പല ആൾക്കാരും ഒക്കെ ട്രോള് കാണുമായിരുന്നു. മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, മോഹൻലാൽ പ്രധാനമന്ത്രിയായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ സവർണനാണ് എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള ട്രോളുകളൊക്കെ വരുന്നതാണ്. ഇവിടെ നിന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നത് എമ്പുരാനിലാണ്. കാരണം ഫസ്റ്റ് ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ തെളിയിച്ചിട്ടുണ്ട് നല്ലൊരു ഡയറക്ടറാണ്. പക്ഷേ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എമ്പുരാനിൽ ആ സിനിമ എങ്ങനെ
ഏത് രീതിയിലാണ് പരുവപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് ഇനി അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനു മുമ്പ് നമ്മളിരുന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്നലെ തിയേറ്ററിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഈ ടീസർ കാണുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ടീസറിന് വേണ്ടി പോലും ആൾക്കാർ ഇടിച്ച് കയറി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാം. ആൾക്കാർ കാത്തിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ നല്ലൊരു പടത്തിന് വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ മോഹൻലാൽ എന്ന നടനെ ആ വലിയ സ്ക്രീനിൽ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ റിലീസിൻ്റെ കാര്യം തന്നെ നോക്കുക. റിപ്പീറ്റ് വാല്യുള്ള പടങ്ങളുടെ ശേഖരങ്ങൾ എടുത്തു നോക്കുക. മമ്മൂട്ടിയുടെ എത്ര പടങ്ങൾ വന്നെന്നറിയോ റിലീസ്. അതിനകത്ത് ഒരു പടം പോലും ഒന്ന് സക്സസ് ആണെന്ന് നമ്മൾ കണ്ടില്ല. റിലീസ് പാലേരി മാണിക്യം വന്നു, ആവനാഴി വരുന്നു, അതുമായി ബന്ധപ്പെട്ട് കുറേ പടങ്ങളൊക്കെ വന്നു. ഒരു പടത്തിന് പോലും മമ്മൂട്ടി ഫാൻസ് പോലും തിയേറ്ററിൽ പോയിരുന്ന റിപ്പീറ്റ് വാല്യൂ ആയിട്ടിരുന്ന് കണ്ടില്ല. അതേസമയം മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, സ്ഫടികം, ആ പടങ്ങൾക്കൊക്കെ എത്രത്തോളം ഓഡിയൻസ് ആണ് തിയേറ്ററിൽ പോയി കയറിയത് നമുക്ക് മനസ്സിലാവും. റിപ്പീറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ, എടുത്തു വച്ചിരിക്കുന്ന സിനിമയുടെ കാര്യത്തിൽ ഇവിടെ കുറേ ആൾക്കാരിരുന്ന് മോഹൻലാലിനെയൊക്കെ ട്രോളുന്നതാണ് കഴിവില്ലാത്ത എന്നുള്ള രീതിയിൽ, താടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേക്കെ. ഇവരൊക്കെ ഇവരുടെ പ്രായത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന പടങ്ങൾ നമ്മൾ നോക്കുക. ഇന്നത്തെ പ്രമുഖരായിട്ട് നിൽക്കുന്ന പല യുവനടന്മാർക്കും ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവരെല്ലാം. ഇപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ജയറാമായാലും അല്ലെങ്കിൽ നമ്മുടെ ദിലീപിനെയൊക്കെ ബേസിലിനെ വെച്ചൊക്കെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് കാണാൻ എനിക്ക് കഷ്ടം തോന്നാറുണ്ട്. ബേസിലൊക്കെ ഇപ്പോൾ കൊണ്ട് വന്നേ ഉള്ളൂ. ബേസിലൊക്കെ ഭയങ്കര പരിമിതിയുണ്ട്. ഇനി ബേസിലൊക്കെ ഇങ്ങനെ നിലനിർത്തുമെന്ന് പോലും എനിക്ക് സംശയമാണ്. ഇപ്പം ബേസിലെ ഈ പ്രാവിൻകൂട് സിനിമയ്ക്ക് ശേഷം ബേസിലിനൊക്കെ വന്ന് വലിയ രീതിയിലുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പം ദിലീപിനെയും ബേസിലിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട്. നിങ്ങൾ ഒരു മോഹൻലാൽ ഫാനാണെന്നുണ്ടെങ്കിൽ, മോഹൻലാൽ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ തിരിച്ചു ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മോഹൻലാൽ എന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നതിന്